സർവകലാശാലകൾക്ക് സമാനമായ പദവിയുള്ള മികച്ച ദേശീയ സ്ഥാപനങ്ങളിലേക്ക് മെഡിക്കൽ പാരാമെഡിക്കൽ മേഖലയിലെ വൈവിധ്യമാർന്ന കോഴ്സുകൾക്കുള്ള പ്രവേശനത്തിനുള്ള അവസരം. പ്രോഗ്രാമുകൾ DM MCH 3 വർഷമല്ലേ? എടാ മാത്യു, ഈ സാബു ഇവനത് രാവിലെ എങ്ങോട്ടാ പോകുന്നേ? അത് ശരിയാ. ക്ലാസ് തുടങ്ങും മുമ്പ് ഇവൻ എവിടേക്കാ യാത്ര? ക്ലാസ്സിലെങ്ങും ഇവനെ കാണാറുമില്ല. അത് ശരിയാ, ഇവൻ എന്തോ ചുറ്റിക്കളിയുണ്ട്. എനിക്കെന്തായാലും ഇവന്റെ കാര്യത്തിലൊരു സംശയമുണ്ട്. അതെന്താ നീ അങ്ങനെ പറയുന്നത്? ഇവനിവിടെ ആരുമായിട്ടും യാതൊരു ബന്ധവുമില്ല. ക്ലാസ് കഴിഞ്ഞ് വരുന്നു, റൂമിൽ കയറുന്നു, പോകുന്നു, അത്ര തന്നെ. നമ്മൾ തന്നെ അവന്റെ അടുത്ത് കമ്പനിക്കായി ചെന്നതാ, അവൻ ഒഴിഞ്ഞു മാറിയതല്ലേ. അവന്റെ കയ്യിലെ ബാഗ് ശ്രദ്ധിച്ചോ? ബുക്കുകളൊന്നുമില്ല. അത് ശരിയാ, ഞാനും ശ്രദ്ധിച്ചു. ഇനി വല്ല മയക്കുമരുന്ന് കച്ചവടവും വല്ലതും. എന്തായാലും അവനെ സംശയിക്കണം. നമ്മളിവിടെ താമസിക്കുമ്പോൾ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യാത്തൊരാൾ, അത് വേണ്ട. നമ്മളെ മൈൻഡ് ചെയ്യാതെ നടക്കുന്നവനെ ഒന്ന് വരട്ടാ, നമ്മൾ ആരാണെന്ന് അവൻ അറിയട്ടെ. ഓക്കേ. അങ്ങനെ പോയാലോ? ഒത്തിരി നാളെയല്ലോ കണ്ടിട്ട്. എനിക്കല്പം ധൃതിയുണ്ട്, എന്നെ പോകാൻ അനുവദിക്കണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒന്ന് സംസാരിക്കണമെന്ന് കരുതിയാ ഞങ്ങൾ നിൽക്കുന്നത്. സാബുവിനെ ക്ലാസ്സിൽ കാണാറില്ലല്ലോ, പഠനമൊന്നും ഇല്ലേ? ഞാൻ പഠിക്കുന്നുണ്ട്. സാബു രാവിലെ പോകുന്നു, രാത്രി വരുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴാ നിനക്ക് പഠിക്കാൻ സമയം? അതിനൊക്കെ സമയമുണ്ട്. ക്ലാസ്സിൽ കയറിയില്ലെങ്കിലും മറ്റുള്ളവരുടെ നോട്ട് നോക്കി ഞാൻ പഠിക്കുന്നുണ്ട്, അതുപോലെ. അത് ശരിയാ, പക്ഷേ നിന്റെ ഈ പോക്ക് അത്ര ശരിയല്ല. അതെന്താ അങ്ങനെ തോന്നാൻ? നിങ്ങൾക്കിപ്പോ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? തെറ്റ് ചെയ്തില്ല, പക്ഷേ അതിനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നീ സത്യത്തിൽ ആരാ? എന്താ നിന്റെ ഉദ്ദേശം? നിങ്ങൾ പറയുന്നതൊന്നും സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. പഠിക്കാൻ സൗകര്യത്തിന് ഹോസ്റ്റലിൽ താമസിക്കുന്ന നീ ഇവിടെ വരുന്നു, പോകുന്നു, എന്നാൽ നീ ക്ലാസ്സിൽ വരുന്നില്ല. അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. നീ എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു? ഞാൻ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ എന്താ? ഞാൻ നോട്ട് മേടിച്ച് പഠിക്കുന്നുണ്ടല്ലോ. അതൊന്നും ഞങ്ങൾക്കറിയണ്ട. നിന്റെ പരിപാടി എന്താ? അവന്റെ ഒരു അഹങ്കാരം. എനിക്ക് പഠിക്കണം, അതെന്റെ വലിയ ആഗ്രഹം. അതിനുവേണ്ടിയാ പരിശ്രമിക്കുന്നത്. നീ കൂടുതൽ വാചകം അടിക്കണ്ട. സത്യം പറ, എന്താ നിന്റെ പരിപാടി? അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, അത് എന്റെ സ്വന്തം കാര്യ. ഞാൻ അന്നേ പറഞ്ഞതാ അവന്റെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന്.
അതിന് അവന്റെ വർത്തമാനം കേട്ടപ്പോ ദേഷ്യത്തിനൊന്ന് കൊടുത്തതാ. ശരിയാ, എനിക്കും നിയന്ത്രിക്കാൻ പറ്റിയില്ലെന്ന്. ഇപ്പോൾ ആകെ പ്രശ്നമായി. സ്കൂളിലും ഹോസ്റ്റലിലും എല്ലാരും അറിഞ്ഞു. പേരൻസ് അറിഞ്ഞാൽ ആകെ പ്രോബ്ലം ആകും. ഇപ്പോ ഇനി എന്ത് ചെയ്യാനാ? വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല പിന്നെ അതല്ല പ്രശ്നം. അവനിപ്പോ ക്ലാസ്സിൽ വരുന്നേ ഇല്ല. ഹോസ്റ്റലിൽ നിന്ന് താമസം മാറ്റി. അവനിപ്പോ എവിടെയാന്ന് ആർക്കും അറിയില്ല. എനിക്കിപ്പോ പേടിയായി തുടങ്ങി. അവൻ എന്തെങ്കിലും സംഭവിച്ചാ? അത് ശരിയാ, ഓർക്കുമ്പോൾ പേടിയാകുന്നു. വല്ലതും പറ്റിയാൽ നമുക്കൊരു കാര്യം ചെയ്താലോ? അവന്റെ വീടൊന്ന് തപ്പിയാലോ? അവിടെ അവനുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അപകടമാണ്. എനിക്ക് പേടിയാകുന്നു. ഹോ, പപ്പ എറിഞ്ഞ ഓർക്കാൻ പോലും പറ്റുന്നില്ല. അന്നത്തെ ആ സാഹചര്യം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അനാവശ്യമായിരുന്നു നമ്മുടെ ഇടപെടൽ. ഞാനിപ്പോ ഓർക്കുകയാ. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് അവന്റെ മേൽവിലാസം സംഘടിപ്പിക്കാം. എന്നിട്ട് അവന്റെ വീട്ടിൽ പോകാം. ഒരുപാട് ദൂരെയാണെന്നാ കേട്ടിട്ടുള്ളത്. വലിയ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുഗ്രാമം. എങ്കിൽ രാവിലെ തന്നെ നമുക്ക് അവന്റെ വീട്ടിലേക്ക് പോകാം. അവനെ കണ്ടുപിടിക്കാം. ഓക്കെ. ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ എങ്കിലും നടക്കണം. എത്ര ദൂരം നടന്നാലും വേണ്ടില്ല, അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. ഹോസ്റ്റലുള്ളവർ നമ്മളെ ഇപ്പോ ഒരു വല്ലാത്ത രീതിയിലാ കാണുന്നത്. നമുക്ക് എടുത്തുചാട്ടം വേണ്ടായിരുന്നു, അതാ പറ്റിയത്. സാവധാനം മതിയായിരുന്നു. നടന്ന് മടുത്തു. ഇനി എത്ര ദൂരം നടക്കണം? കുറെ ദൂരം നടക്കുമ്പോ ഒരു കലുങ്ക് കാണും. അതിനടുത്തുള്ള ഒരു ഓലപ്പുരയാണെന്നാ പറഞ്ഞത്. ദേ, അത് തന്നെ സ്ഥലം. ഒരു ഓലപ്പുര. നമുക്ക് അങ്ങോട്ട് പോകാം. രക്ഷപ്പെട്ടു. ആരാ മക്കളെ? മനസ്സിലായില്ല. സാബുവിന്റെ അമ്മയല്ലേ? അതെ. നിങ്ങൾ അവന്റെ കൂട്ടുകാരാ? അതെ അമ്മേ. സാബു എവിടെ പോയി? പാവം എന്റെ മോൻ അവിടെ തൊടിയിലുണ്ട്. അവൻ വന്നിട്ട് വേണം എനിക്ക് മരുന്ന് കഴിക്കാൻ. എന്ത് പറ്റി അമ്മയ്ക്ക്? മക്കളെ, അതൊക്കെ എന്റെ വിധി. അമ്മ വിഷമിക്കാതെ, ഞങ്ങളൊക്കെ ഇല്ലേ. അവന്റെ അച്ഛൻ നേരത്തെ മരിച്ചു. ഞാൻ കഷ്ടപ്പെട്ട അവനെ വളർത്തിയത്. ഞാനിപ്പോ രോഗിയായി. സാരമില്ലമ്മേ, സാബു ഇപ്പോ അമ്മേനെ നന്നായി നോക്കുന്നില്ലേ? എന്റെ മോൻ പഠിക്കുന്നതോടൊപ്പം കൂലിപ്പണിക്ക് പോയാണ് മരുന്നിനുള്ള പണം അയച്ചു തന്നത്. അതേതോ കൂട്ടുകാരൻ എന്റെ മകനെ. ഞാൻ അവനെ വിളിച്ചോണ്ട് വരാം. മക്കളെ ഇരിക്കേട്ടോ. നമ്മൾ എന്താ അവിവേകമാ കാണിച്ചത്? ദൈവം നമ്മോട് പൊറുക്കുവോ? നിങ്ങൾ എന്തിനാ വന്നത്? ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. ദയവായി എന്നെ ഉപദ്രവിക്കാതിരിക്കൂ. ഒരിക്കലുമില്ല, ഞങ്ങൾക്ക് തെറ്റുപറ്റി. അതെ സാബു, ഞങ്ങൾക്ക് തെറ്റുപറ്റി. സാബു ഞങ്ങളോട് ക്ഷമിക്കണം. എന്റെ അമ്മ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? സാബു, നിന്റെ അമ്മ ഞങ്ങളുടെ അമ്മയല്ലേ? നീ ഞങ്ങളുടെ സഹോദരനാ. നീ ഒരിക്കലും ബുദ്ധിമുട്ടരുത്. യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ ജീവിച്ച ഞങ്ങൾക്ക് നിന്റെ ജീവിതം വലിയൊരു പാഠമാണ്. നിനക്കിനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഞങ്ങളൊക്കെയുണ്ട്.